പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിവൃദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു തുരുത്തി വെള്ളം ഒരു നീരുറവയാകുവാൻ അധികം സമയമൊന്നും വേണ്ട. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഹാഗാറിന് കേവലം ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അബ്രഹാം വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ അവളുടെ നാളെക്കുറിച്ച് അവൾക്കൊരു ബോധ്യവുമില്ലായിരുന്നു. ഒരു തുരുത്തി വെള്ളം പെട്ടെന്ന് തീർന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. മകന്റെ മരണം കാണുവാനുള്ള ശക്തി ആ അമ്മയ്ക്കില്ലായിരുന്നു. ദാഹിച്ച് കരയുന്ന മകന്റെ മുഖത്ത് പോലും നോക്കുവാൻ ആ അമ്മയ്ക്ക് സാധിക്കത്തില്ലായിരുന്നു. അവിടെ നമുക്ക് ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 14-19 വചനങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് ഇടപെടുന്നുണ്ട്. നീ കണ്ണ് തുറന്ന് നോക്ക്, നിന്റെ അരികിൽ തുറന്നിരിക്കുന്ന നീരുറവ. അതെ പ്രിയപ്പെട്ടവരെ, ഒഴിഞ്ഞ തുരുത്തിയും കയ്യിൽ പിടിച്ച് ഇനിയും ഒരു തുള്ളി വെള്ളത്തിന് ഞാൻ എന്ത് ചെയ്യും എന്ന് നിരാശയോടെ കരഞ്ഞ ആ മകൾ ഇരുന്നെടുത്ത് ദൈവം അവൾക്കായി ഒരു നീരുറവ തുറന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കരം ശൂന്യമാണോ? കരുതി വെച്ചിരുന്നതെല്ലാം തീർന്നോ? നാളെ ഇനിയും എങ്ങനാകും എന്നാണോ ഭാരപ്പെടുന്നത്? നിങ്ങൾ ഇരിക്കുന്നിടത്ത് എങ്ങും തേടി പോകണ്ട, എങ്ങും അലയണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത് സ്വർഗം നിങ്ങൾക്കായി ചിലത് തുറക്കും. കേവലം കണ്ണ് തുറന്നൊന്ന് നോക്കേണ്ടി താമസമേ ഉള്ളൂ. മനസ്സിലായോ? ഭാരപ്പെടണ്ട. ശൂന്യമായ കരം സ്വർഗത്തിലേക്കൊന്ന് മലർത്തിപ്പിടിച്ചേ. വിശ്വാസത്തോടെ ആ കരത്തെ അപ്പം നിറയ്ക്കും. ആരുടെ മുമ്പിൽ ആ കരം നീട്ടുവാൻ അപ്പ അനുവദിക്കത്തില്ല. അപ്പായുടെ മുമ്പിലല്ലേ നിങ്ങൾ നീട്ടിയത്. ഈ കരം ഇനിയും വേറെ ആരുടെയെങ്കിലും മുമ്പിൽ നീട്ടുവാൻ അപ്പ സമ്മതിക്കുമോ? നോ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവ് നിങ്ങൾക്കായി അതിശയത്തിൻ്റെ വാതിൽ തുറക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് എത്ര കൃത്യമായിട്ടാ ഓരോ ദിവസവും ഞങ്ങളോട് ഇടപെടുന്നത്. നന്ദി അപ്പ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യവും ഇല്ലാതെ ഞരങ്ങുന്ന, കരയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് അങ്ങ് മനസ്സലിയണമേ. ശൂന്യമായ അവരുടെ കരങ്ങളെ നിറയ്ക്കണമേ. പ്രതീക്ഷയില്ലാത്ത അനുഭവത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടണമേ. അങ്ങയുടെ കരം എൻ്റെ പ്രിയപ്പെട്ടവർക്കായി അത്ഭുതം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. ചില നീരുറവയുടെ അനുഭവം, ഹൃദയത്തെ തണുപ്പിക്കുന്ന അനുഭവം, ഭാരങ്ങൾ മാറിപ്പോകുന്ന അനുഭവം എൻ്റെ പ്രിയപ്പെട്ടവർക്കായി അങ്ങ് തുറന്നിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞങ്ങൾ എത്ര വാക്കുകൾ അങ്ങയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. ഞങ്ങളുടെ വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ടപ്പ. അത്രയധികം ഞങ്ങൾക്ക് അങ്ങയോട് ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയരെയെല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശൂന്യമായ തുരുത്തിയെക്കുറിച്ച് ഇനി ഭാരപ്പെടണ്ട. കർത്താവ് തുറക്കുന്ന ആ വലിയ നീരുറവ കണ്ണ് തുറന്നൊന്ന് കണ്ടോ. ബ്ലെസ് യു.